ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് എള്ള് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എള്ള് വളരെ ചെറുതാണെങ്കിലും എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ അധികമാണ്. അതായത് ആരോഗ്യത്തിന് മാത്രമല്ല, സൗന്ദര്യത്തിനും പിന്നെ ബുദ്ധി വികാസത്തിനും ഒക്കെ എള്ള് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, എല്ലിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ രക്തം ഉണ്ടാവാൻ ഒക്കെ എള്ള് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാനിത് എള്ളിൻ്റെ ഗുണങ്ങളെയൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോയും അതുപോലെ എള്ള് കൃഷിയും ഒക്കെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഐക്കാർഡായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ഒരു 2 കപ്പ് എള്ള് എടുത്തിട്ട് നല്ല പോലെ കഴുകി, എന്നിട്ട് ഇതാ ഒരു സ്ട്രൈനറിൽ വെച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല ചൂടായിട്ടുള്ള ഒരു തവയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അതായത് എള്ള് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതിനകത്തുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സെയിം പാനിലായിട്ട് തന്നെ 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മട്ട അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മട്ട അവൽ എടുക്കണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ മറ്റേതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഗുണങ്ങൾ കൂടുതൽ മട്ട അവലിൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ അതെടുക്കണതാണ് നല്ലതെന്ന് പറയുന്നത്. നമ്മളിത് അവലും നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു കർക്കിടക മാസത്തിലും ഒക്കെ, കർക്കിടകം എന്നല്ല, മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും കുറച്ചുകൂടെ നല്ലതാണ്. കാരണം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബുദ്ധി വികാസത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത്. പിന്നെ പ്രായമായവർക്കാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ നല്ലതാണ്. നമ്മൾ പ്രായമാകുമ്പോൾ അറിയാലോ, കുറച്ചൊക്കെ നമുക്ക് മെമ്മറി ലോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് 1 സ്പൂൺ വെച്ചിട്ടൊക്കെ കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അവലും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സെയിം പാനിലായിട്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്യ് തന്നെ ചേർക്കണേ കേട്ടോ നല്ലത്. ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ആ ഒരു ഹെൽത്തി രീതി തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നെയ്യ് തന്നെ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് ചുമന്ന് അങ്ങനെയൊന്നും പോകണ്ട. ആ ഒരു എന്താ പറയുക, ആ ഒരു തേങ്ങയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ പാകത്തിനൊന്ന് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ചുമന്ന് പോവുകയൊന്നും വേണ്ട. അങ്ങനെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കണത് 2 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ. അതായത് 1 കപ്പ് ശർക്കര എടുത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് അത് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. അങ്ങനെ 2 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. മൊത്തം 2 കപ്പ് ശർക്കരപ്പാനി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കണത് നമ്മൾ ആ വറുത്ത് വെച്ച എള്ളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതാ നല്ല പോലെ മിക്സാക്കി എടുക്കുക. പിന്നെ അപ്പോൾ ആ ശർക്കര പാനിയിൽ കിടന്നിട്ട് എല്ലായിടത്തോടെയും ആ ശർക്കര പിടിക്കാൻ പാകത്തിന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധനം നമ്മൾ എള്ളുണ്ടയൊക്കെ മേടിക്കുമ്പോൾ വെച്ചാൽ, ഇപ്പോൾ എള്ളുണ്ടയൊക്കെ എല്ലാവർക്കും അല്ല, എന്നാലും കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ പ്രായമായവർക്ക് ഇഷ്ടമാണെങ്കിലും അവർക്ക് ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റണമെന്നില്ല. കാരണം ഭയങ്കരമായിട്ട് കടിച്ച് പൊട്ടിക്കാനും ഒക്കെ പാടായിരിക്കുമല്ലോ. പക്ഷേ ഇതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. അതുപോലെ പ്രസവിച്ച് കിടക്കണവർക്കാണെങ്കിൽ പാലുണ്ടാവാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പാലുണ്ടാവാനും അതുപോലെ ശരീരത്തിനാണെങ്കിൽ രക്തക്കുറവൊക്കെ ഉണ്ടാവില്ല. നമ്മൾ പ്രസവമൊക്കെ കഴിയുമ്പോൾ ഒരുപാട് രക്തം ഒക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ രക്തക്കുറവുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് കേട്ടോ. വിളർച്ച കാര്യങ്ങളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. അതിൽ സ്കൂളിൽ പോണ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ടീനേജേഴ്സിനൊക്കെ മിക്കവാറും പേർക്ക് രക്തക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ടീനേജറിലുള്ള പെൺകുട്ടികൾക്ക് ഇത് എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു മാസത്തിലെങ്കിലും
കുറഞ്ഞത് ചെയ്ത് കൊടുക്കുക. പിന്നെ വല്ല രക്തക്കുറവ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും പറയുമല്ലോ. അപ്പോൾ അന്നേരം ആണെങ്കിലും ഒരു ഇത്തിരി എള്ള് മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വച്ചേച്ചാൽ മതി. എന്നിട്ട് 1 സ്പൂണോ 2 സ്പൂണൊക്കെ വെച്ചിട്ട് ഡെയിലി ഒന്ന് കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതാ നമ്മൾ ആ വറുത്ത് വെച്ച നമ്മുടെ അവലുണ്ടല്ലോ, അവലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ആ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും നല്ലപോലെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂണൊക്കെ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എള്ള് തീരെ ചെറിയൊരു സംഭവമാണെങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പിന്നെ രക്തമൊക്കെ ഉണ്ടാവാനും നല്ലതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രക്തമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊക്കെയാണെങ്കിൽ നല്ലൊരു ഗ്ലോ ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യത്തിനും ഇത് നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ആ ഒരു ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത് പ്രത്യേകിച്ചൊരു പാകം എന്ന് പറയാനില്ല. കാരണം നമ്മളിപ്പോൾ എള്ളുണ്ടയൊക്കെ ആണെങ്കിൽ ആ ഒരു ഉരുട്ടിയെടുക്കണ പാകവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും നോക്കാനില്ല. ശരിക്കും ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 1 സ്പൂണോ 2 സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. വീട്ടിലെല്ലാവരോടും കൂടി കഴിക്കാം, എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണല്ലോ. പിന്നെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെയൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.